അല്പം ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ്. ഓസ്ട്രേലിയയിലെ പെർത്ത് സിറ്റിയുടെ അടുത്തുള്ള സ്ഥലമാണ് ഇത്. കെട്ടിടങ്ങളെല്ലാം കണ്ടാൽ നല്ല ഭംഗിയും വൃത്തിയുമുണ്ട്. ചില കെട്ടിടങ്ങൾ മനോഹരമായ കളറുകളൊക്കെ അടിച്ച് നല്ല വൃത്തിയായിട്ട് വെച്ചിരിക്കുന്നതും കാണാം. ഇവിടെ പെട്ടിക്കടകളോ തട്ടുകടകളോ ഈ നാട്ടിലൊന്നും കാണാനേ ഇല്ല. ആധുനിക കാലത്തെ ഷോപ്പിംഗ് സെൻ്ററുകളെല്ലാം റോഡിൽ നിന്നും ഉള്ളിലേക്ക് മാറിയാണ് എന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം പണ്ടത്തെ പോലെയല്ല, ഇന്ന് വാഹനങ്ങളിലാണ് ആളുകൾ കടയിലേക്ക് വരുന്നത്. അതിനാൽ ധാരാളം പാർക്കിംഗ് ഏരിയ ഉള്ളിടത്തെ ബിസിനസ് നടക്കത്തുള്ളൂ. പണ്ടത്തെ ആളുകൾ നടന്നു വന്നിരുന്നപ്പോൾ റോഡ് സൈഡിലെ കടകളിൽ നിന്നായിരുന്നു സാധനങ്ങൾ വാങ്ങിയിരുന്നത്. നമ്മുടെ ടൗണുകളിലും ടൗണിൻ്റെ പഴയ സെൻറ്ററുകളൊക്കെ ആളുകൾ ഉപേക്ഷിച്ചതുപോലെ ഉണ്ട്. ഓരോ വീട്ടിലും ഒരു വാഹനമെങ്കിലും ഇന്നുണ്ട്. എന്നാൽ ഇവിടെ ഓസ്ട്രേലിയയിൽ ഓരോ ആൾക്കും പല ആവശ്യത്തിനുള്ള പല വാഹനങ്ങൾ ആയിക്കഴിഞ്ഞു. എല്ലാവർക്കും ഉണ്ട് വില കൂടിയ കാറുകൾ. ബൈക്കോ ചെറു വാഹനങ്ങളോ ഒന്നും ഇവിടെ കാണാറേയില്ല. അതുപോലെ ഈ ഭാഗങ്ങളിൽ ബഹുനില കെട്ടിടങ്ങൾ അധികം കാണാനില്ല. എല്ലാം വളരെ സിമ്പിൾ ബട്ട് വളരെ ഗംഭീരം. റോഡുകൾ തന്നെ ഗംഭീരമാണ്. പല കളറുകൾ റോഡുകൾ കാണാം. വലിയ തിരക്കുകളൊന്നുമില്ല. എല്ലായിടത്തും നടപ്പാതകളും ഒക്കെ കാണാനുണ്ട്. റോഡ് സൈഡുകളിലും എവിടെയും പച്ച പരവതാനി വിരിച്ചതുപോലെ മനോഹരമായ പുൽത്തകിടികൾ കാണാം. അത് വെറുതെ അങ്ങുണ്ടായതൊന്നുമല്ല, കൃത്യമായി വെട്ടിയൊരുക്കി നിർത്തിയിരിക്കുന്നതാണ്. അതുപോലെ തണൽ മരങ്ങളും ഭംഗിയായി നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് എവിടെയും കാണാം. വളരെ പെട്ടെന്നാണ് ഇവിടമൊക്കെ വികസിക്കുന്നത്. കെട്ടിടങ്ങൾ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ദിവസങ്ങൾ കൊണ്ട് നിർമ്മിക്കും. ബഹുനില കെട്ടിടങ്ങളുടെ കാലം കഴിഞ്ഞുവെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അധികമായിട്ട് കാണുന്നില്ല. വീടുകൾക്കും സ്ഥലങ്ങൾക്കും ദിവസം തോറും വില കയറുകയാണ്. കാരണം ധാരാളം പേര് ഇങ്ങോട്ട് കുടിയേറിക്കൊണ്ടിരിക്കുകയാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന്. ഇന്ന് നല്ല തെളിഞ്ഞ ഒരു കാലാവസ്ഥയാണ്. എന്നാൽ കുളിരുണ്ട് താനും. നല്ല സുഖകരമായ ഒരു കാലാവസ്ഥ തന്നെയാണ്. ഇതിലെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ, ഈ പരിസരങ്ങളൊക്കെ കാണുമ്പോൾ, ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ കാണുമ്പോൾ കൊതി തോന്നിപ്പോകും നമുക്കെല്ലാവർക്കും. അതുകൊണ്ടാണ് ഇവിടങ്ങളിൽ വരുന്ന മലയാളികളും നമ്മുടെ കുട്ടികളും ഒന്നും ഇവിടം വിട്ട് മറ്റൊരിടത്തോട്ടും പോകാൻ താല്പര്യമില്ല. അവർക്ക് നാട്ടിലേക്ക് തിരിച്ചു വരാൻ താല്പര്യമില്ലാത്തത് ഒരുപക്ഷെ ഇതുകൊണ്ടൊക്കെ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുകയാണ്. യാത്രക്കിടയിൽ അല്പം ഭക്ഷണം കഴിക്കാൻ ഒരു ഹോട്ടലിലേക്ക് കയറി. ഒരു ഈജിപ്ഷ്യൻ ഭോജനശാല. പഴയ കെട്ടിടമാണ്. പാർക്കിങ്ങിൽ വാഹനം നിർത്തി. വലിയ തിരക്കൊന്നുമില്ല. ഇവിടങ്ങളിൽ വൈകുന്നേരമാണ് ആളുകൾ കൂടുതലായി വരിക. പകലൊക്കെ ജോലിക്കും മറ്റു തിരക്കുകളിലും ഒക്കെ ആയിരിക്കുമല്ലോ ആൾക്കാർ. കെയ്റോ കഫേ റെസ്റ്റോറൻറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഭക്ഷണം ഓർഡർ ചെയ്തു, കാത്തിരുന്നു. ഇതാണ് ഓർഡർ ചെയ്തത്. ഈജിപ്തുകാരുടെ ഭക്ഷണത്തിൻ്റെ രുചി ഒന്നറിയണമല്ലോ. കുറേ പേർ ഭക്ഷണം കഴിക്കുന്നുണ്ട്. തരക്കേടില്ല. നല്ല സ്വാദുള്ള ഭക്ഷണമായിരുന്നു. ഞങ്ങളും കുട്ടികളും ആസ്വദിച്ച് കഴിച്ചു. ഇവരുടെ സലാഡുകളും
അതുപോലെ കട്ടൻ ചായയും വ്യത്യസ്തമായ രുചിയുള്ളതായിരുന്നു, നല്ലൊരു അനുഭവമായിരുന്നു എന്ന് പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല. ഭക്ഷണം ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് ആ കാഴ്ച കണ്ടത്. അടുത്തിരുന്നയാൾ മുകളിലേക്ക് നോക്കാൻ എന്നോട് പറഞ്ഞു. മുകളിലേക്ക് നോക്കിയ ഞാൻ ഞെട്ടിപ്പോയി. ഒരു മുതല തലയ്ക്ക് മുകളിൽ അതിനെ കെട്ടിത്തൂക്കിയിരിക്കുന്നു. സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് ജീവൻ ഇല്ലാത്തതാണ്, എന്തുകൊണ്ടോ നിർമ്മിച്ചതാണ് എന്ന്. ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങി. വീണ്ടും യാത്ര പുറപ്പെട്ടു.